കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച ജുമാ സംബന്ധമായുള്ള വിഷയത്തിൻ്റെ തുടർച്ചയായി ഏതാനും കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹു അല്ലാഹു ലിൽ മുസ്ലിമീൻ. നമുക്കറിയാം, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്തറും, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. എന്നാൽ ജുമയെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത് ഈദ് ആണ്, അത് എന്നാണ്. മൂന്നാമത്തെ ഈദ്. ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹു അല്ലാഹു ലിൽ മുസ്ലിമീൻ. ഇത് അല്ലാഹു മുസ്ലിങ്ങൾക്കായി നൽകിയ ഈദ് ആണ്, മൂന്നാമത്തെ ഈദ് ആണ്. ഫമൻ ജാഅൽ ജുമഅത ഫൽയഗ്തസിൽ. അതുകൊണ്ട് ജുമഅക്ക് വരുന്നവർ വൃത്തിയാകട്ടെ, കുളിക്കട്ടെ. കുളി സംബന്ധമായിട്ട് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കുറേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ജുമഅക്ക് മുന്നോടിയായി കുളിക്കുക എന്നുള്ളത്, ജുമാ ദിവസം പ്രത്യേകിച്ചും ആ നിയ്യത്തോടെ കുളിക്കുക എന്നുള്ളത്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു വിശ്വാസിക്ക്, പള്ളിയിൽ വരുന്ന ജുമയിലേക്ക് വരുന്ന വിശ്വാസിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു മുസ്ലിങ്ങൾക്കായി നൽകിയ ഈദ് ആണിത്. അതുകൊണ്ട് ഈ ജുമക്ക് വരുന്നവൻ കുളിക്കട്ടെ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ആദമു യൗമിൻ ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹാ വ യൗമിൽ ഫിത്തർ. വലിയ പെരുന്നാളിനേക്കാളും ചെറിയ പെരുന്നാളിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ പരിഗണന ലഭിക്കുന്നത് വെള്ളിയാഴ്ചക്കാണ്. കാരണം വെള്ളിയാഴ്ചയിലെ നമസ്കാരം അത് നിർബന്ധ നമസ്കാരമാണ്. പെരുന്നാൾ നമസ്കാരം പോലെ സുന്നത്തായ, ഐച്ഛികമായ, നിർബന്ധമല്ലാത്ത നമസ്കാരമല്ല ജുമാ നമസ്കാരം. അത് നിർബന്ധമായും ഒരു പ്രദേശത്തെ വിശ്വാസികൾ ഒന്നിച്ചു കൂടി പള്ളിയിൽ ഒരുമിച്ച് കൂടി നിർവഹിക്കേണ്ടുന്ന നിർബന്ധ ആരാധനാ കർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഈദ് നമസ്കാരങ്ങളെക്കാൾ, ഈദിനേക്കാൾ പ്രാധാന്യം ജുമക്ക് അള്ളാഹു നൽകുന്നു എന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു സ്വഹാബികൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓരോ വെള്ളിയാഴ്ചയും ഓരോ അടിമയെ വിലക്ക് വാങ്ങി മോചിപ്പിക്കുമായിരുന്നു. പല സ്വഹാബികളും നന്നായി സക്കാത്ത് നൽകിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. സദഖകൾ നന്നായി നൽകിക്കൊണ്ടിരുന്നു, ആളുകളെ സഹായിച്ചു കൊണ്ടിരുന്നു. വെള്ളിയാഴ്ച ദിവസത്തിൽ അതിന് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് സ്വഹാബികൾ ഒക്കെയും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ യൗമൽ ജുമഅത്തി ഫഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് ഇങ്ങനെ പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ഫീഹി സഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട്, വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷവും വെള്ളിയാഴ്ച മഗ്‌രിബിന് മുന്നോടിയുമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തേക്ക് ഒരു പ്രധാനപ്പെട്ട സമയമുണ്ട്. ആ സമയത്ത് തന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമായ ഒരു അടിമ ആ സമയം പ്രാർത്ഥിച്ചാൽ, വെള്ളിയാഴ്ച ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു സത്യവിശ്വാസികൾ എന്നതുപോലെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ നാളിൽ അന്നത്തെ ഒരു പ്രത്യേക സമയത്ത് പ്രാർത്ഥന നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതാണ് ആ സമയമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇത് ഉള്ളൂ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാർ സമയത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. 10-13 അഭിപ്രായ
അഭിപ്രായങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഇമാം മിമ്പറിൽ ഇരുന്നത് മുതൽ ജുമാ നമസ്കാരം കഴിയുന്നത് വരെയാണ് ആ സമയമെന്നാണ്. ആ സമയം നമ്മൾ പ്രാർത്ഥനാ നിരതരാണ്. നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ സന്നിധരായി ഖുതുബ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ജ്ഞാനം കേട്ട് മനസ്സിലാക്കി പഠിച്ച് ഈമാൻ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വരുന്ന നമസ്കാരത്തിലാവട്ടെ നമ്മൾ അള്ളാഹുവുമായി പ്രാർത്ഥനയിലാണ്, അഭിമുഖത്തിലാണ്. മനസ്സ് അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മഹത്തരമായ ഒരു ഇബാദത്തിന്റെ സന്ദർഭമാണ് ജുമാ. ഖുത്ബ തുടങ്ങി നമസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം. ഖുത്ബ സംബന്ധമായുള്ള പ്രാധാന്യങ്ങളൊക്കെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഒരക്ഷരം പോലും അനാവശ്യമായി മറ്റൊരാളുമായി പറയാൻ പോലും പാടില്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം. അത്ര ഗൗരവമേറിയ ഒരു സമയമാണിത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, 13 അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന്, ഇമാം മിമ്പറിൽ കയറുന്നത് മുതൽ പിന്നെ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുന്നതിനിടയിൽ ഒരു സമയമായിരിക്കും അത്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയവും ആയിരിക്കും അത് എന്നും ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കുറെ അഭിപ്രായങ്ങളിൽ കുറച്ചുകൂടി പ്രബലമായ 2 അഭിപ്രായങ്ങളാണിത്. ഏതായിരുന്നാലും വെള്ളിയാഴ്ച ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച്, നമ്മൾ സുഹൃത്തുക്കൾ നിർവഹിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സ്വീകരിച്ച് പരിഗണിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമസ്കാരം. ജുമാ നമസ്കാരം 2 റക്അത്താണ്. എന്നാൽ പലരും എത്തിച്ചേരുന്നത് തന്നെ ഖുത്ബ തുടങ്ങി, ഖുത്ബ അവസാനിച്ച് നമസ്കാരം തുടങ്ങി, നമസ്കാരം 1 റക്അത്ത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തും കഴിയാൻ നേരത്താണ് പലരും എത്തിപ്പെടുന്നത്. നോക്കൂ, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഇമാം ജുമാ നമസ്കാരത്തിൽ തശഹ്ഹുദിൽ അഥവാ അത്തഹിയ്യാത്തിൽ ആയിരിക്കെ 2 റക്അത്ത് നമസ്കാരമാണ് ജുമാ. ഒരൊറ്റ അത്തഹിയ്യാത്തേ ഉള്ളൂ, ഒരൊറ്റ തശഹ്ഹുദേ ഉള്ളൂ. അങ്ങനെ തഹയ്യത്തിൽ അത്തഹിയ്യാത്തിലാണ് ഇമാം എത്തിപ്പെട്ടിരിക്കുന്നത്. 2 റക്അത്ത് നമസ്കാരത്തിന്റെയും അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ ഒരാൾ വന്നാൽ അവന് ജുമാ കിട്ടുന്നതല്ല, നഷ്ടമാണ്. അവന് ജുമാ കിട്ടൂല, അവന് ജുമാ ഇല്ല. മാത്രമല്ല, എന്നാൽ അവൻ എന്ത് ചെയ്യണം? തിരിച്ചു പോവുകയല്ല വേണ്ടത്. ആ നമസ്കാരം തീരുവോളം കാത്തിരുന്ന് ളുഹ്ർ നമസ്കരിക്കുകയും അല്ല വേണ്ടത്. അവൻ ഇമാമിനോടൊപ്പം പ്രവേശിക്കുകയും കൈകെട്ടി ഇമാമിനോടൊപ്പം തുടരുകയും ഇമാം സലാം വീട്ടിയാൽ 4 റക്അത്ത് ളുഹ്ർ നമസ്കരിക്കുകയും ചെയ്യണം. ജുമാ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കണം അതിന്റെ ഗൗരവം. ളുഹ്ർ നമസ്കാരം പോലുള്ള മറ്റ് ഫർദ് നമസ്കാരങ്ങളിലാണെങ്കിൽ ആ നമസ്കാരം ഏതാണോ നമ്മൾ നിർവഹിക്കുന്നത് ആ സമയത്ത് ആ നിയ്യത്ത് വെച്ച് നിർവഹിച്ചാൽ ബാക്കി നഷ്ടപ്പെട്ട റക്അത്ത് നമ്മൾ നിർവഹിച്ചാൽ മതി. അതേ നമസ്കാരം തന്നെ നിർവഹിക്കേണ്ടതുള്ളൂ. പക്ഷേ ജുമാ അതല്ല. 2 റക്അത്ത് ജുമയുടെ അവസാനത്തിലാണ് വന്നു ചേരുന്നതെങ്കിൽ അവന് ജുമാ ഇല്ല. മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ്. 2ാമത്തെ റക്അത്തിൽ റുകൂയിൽ പോയി എഴുന്നേറ്റ ശേഷമാണ്, ഈത്ദാലിലേക്ക് വന്ന ശേഷമാണ് ഒരാൾ പിന്തുടരുന്നതെങ്കിൽ, ഇമാമുമായി ചേർന്ന് നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ, 2ാമത്തെ റക്അത്തിൽ റുകൂയിൽ പോയി ഈത്ദാലിലേക്ക് ഇമാം പ്രവേശിച്ച ശേഷമാണ് ഒരാൾ വന്ന് നമസ്കാരത്തിൽ കൂടുന്നതെങ്കിലും അയാൾക്കും ജുമാ ഇല്ല. ഒരൊറ്റ റക്അത്തും കിട്ടിയിട്ടില്ല, ഫാത്തിഹ തീരെ കിട്ടിയിട്ടില്ല. അയാളും ഇമാമിനോടൊപ്പം ചേർന്ന് ശേഷം 4 റക്അത്ത് നമസ്കരിക്കേണ്ടതാണ്. അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, മൻ തറക 3 ജുമഇൻ തഹാവുനൻ ബിഹാ തബല്ലാഹു അലാ ഖൽബിഹി. 3 ജുമാ നമസ്കാരങ്ങൾ നിസ്സാരമായ കാരണങ്ങളാൽ 3 ജുമാ നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെച്ച് കളയും.
പലരും തിരക്കിൽ അവസാന റക്അത്തിൽ ചേരാമെന്ന് വിചാരിച്ച് ഓടിക്കിതച്ച് വന്ന് നമസ്കാരം കിട്ടി, ജുമാ കിട്ടി എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ 3 നമസ്കാരം പോലും നമ്മൾ നിർവഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജുമാ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, 3 ജുമയും എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സീൽ വെക്കും, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെച്ച് കളയുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ജുമാ എന്നുള്ളത് നിസ്സാര കാര്യമല്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്ത്രീകൾ ജുമായിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല. കുട്ടികൾ, അടിമകൾ പോലുള്ള ആളുകൾക്കും ജുമാ നിർബന്ധമല്ല. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം. എന്നിട്ടോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, ജോലികൾ, തിരക്ക് പിടിച്ച എന്തെന്ത് കാര്യങ്ങളാണോ അതൊക്കെയും അവിടെ ഒഴിവാക്കി വെച്ചുകൊണ്ട് നമസ്കാരത്തിൽ വരണം. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങൾ ജുമാ നമസ്കാരത്തിലേക്ക് വരണമെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ മനുഷ്യരോടുമാണ്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത്, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിച്ചിരിക്കുന്നു. അത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള കൽപ്പനയല്ല, സ്ത്രീകൾക്കും വേണ്ടിയുള്ള കൽപ്പനയാണ്. വിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹൻ നാസു വൽ ഹിജാറ, നിങ്ങൾ സ്വന്തം ദേഹത്തെയും ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായി തീരുന്ന നരകാഗ്നിയിൽ നിന്ന് അവരെ കാത്തു രക്ഷിക്കണമേ. ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ്. പുരുഷന്മാരോട് മാത്രമുള്ള കൽപ്പനയല്ല, സ്ത്രീകളോടും കൂടിയുള്ള കൽപ്പനയാണ്. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ നമസ്കാരത്തിലേക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതും യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ സ്ത്രീകളും ഉൾപ്പെടും. എങ്ങനെ ഉൾപ്പെടും? 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നും നിങ്ങൾ തടയരുതേ. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹുവിന്റെ ദാസികളെ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നും നിങ്ങൾ തടയരുത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹ, അവർ ഇശാ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും പള്ളിയിൽ പോകാറുണ്ടായിരുന്നു, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ. ജുമുഅക്ക് മാത്രമുള്ള കാര്യമല്ല, റമദാനിലെ തറാവി നമസ്കാരത്തിന് മാത്രമുള്ള കാര്യമല്ല ഈ പറഞ്ഞത്. ഇശാ നമസ്കാരത്തിലും സുബഹി നമസ്കാരത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിനായി വരാറുണ്ടായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് അതിൽ തൃപ്തിക്കുറവുണ്ടായിരുന്നു. കാരണം രാത്രിയാണ്. ഇശ ആയിരുന്നാലും സുബഹി നിസ്കാരത്തിന് പങ്കെടുക്കുന്ന സമയമായിരുന്നാലും രാത്രി ആയതുകൊണ്ട് രാത്രിയിൽ ഫിത്നക്ക് കൂടുതൽ സാധ്യതയുണ്ട്, പൈശാചികമായ ഉപദ്രവങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് അതിൽ തൃപ്തിക്കുറവുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അത് തടഞ്ഞില്ല, അത് നിരോധിച്ചില്ല. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ച പ്രവാചകന്റെ വചനം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളെ, സ്ത്രീകളെ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്ന കൽപ്പനയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭാര്യ രാത്രി ജമാഅത്ത് നമസ്കാരത്തിൽ അല്ലെങ്കിൽ ഇരുളിൽ ഇശാക്കായിരുന്നാലും സുബഹിക്കായിരുന്നാലും പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ നീരസമുണ്ടായിട്ടും തടയാതിരുന്നതിനുള്ള കാരണം ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലശേഷവും ജീവിച്ച മഹാവ്യക്തിത്വം. അപ്പോ ജുമാ നമസ്കാരത്തിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാം.
ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ എന്ന സഹാബ വനിത സൂറത്തുൽ ഖാഫ് പാഠമാക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ മിമ്പറിൽ ഖുത്ബ പറയുമ്പോൾ സൂറത്തുൽ ഖാഫ് ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത് മനപ്പാഠം പഠിച്ചത് അങ്ങനെയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖതീബ് ഇവിടുന്ന് പാരായണം ചെയ്യുന്ന ഖുർആൻ വചനങ്ങൾ കാണാതെ പഠിച്ചു സ്ത്രീകൾ എന്നർത്ഥം. ഫതഹുൽ ബാരി ഉദ്ധരിക്കുന്ന മറ്റൊരു വാക്കുകൾ ഇങ്ങനെ കാണാം. ഞാൻ ഹദീസും അതിന്റെ ഇബാറത്തുകളൊന്നും ഒന്നും ഉദ്ധരിക്കുന്നില്ല. സുബഹി നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കൽ സുന്നത്താണ്. രാത്രികൾ നമസ്കാരത്തിന് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടാമെന്നും പറയുന്നു. നേരത്തെ സൂചിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ അനുഭവം വെച്ചിട്ട് രാത്രിയിൽ ഇശാ നമസ്കാരമായിരുന്നാലും ഇരുളിൽ പുലർച്ചെ സുബഹി നമസ്കാരമായിരുന്നാലും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പകലിനേക്കാൾ രാത്രിയാണ് കൂടുതൽ പ്രയാസത്തിന് സാധ്യതയുള്ളത്. എന്നിട്ടും സ്ത്രീകൾക്ക് രാത്രിയിൽ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് പോകാൻ അനുമതി ലഭിച്ചിരിക്കെ, മതം അംഗീകരിച്ചിരിക്കെ, പകൽ നമസ്കാരത്തിനും സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം. ഫതുൽ ബാരിയിൽ വന്നതാണ്. പകലിലും പള്ളിയിൽ പോകാം. നമ്മൾ ജുമാ നമസ്കാരത്തിന് വേണ്ടി മാത്രമല്ല. സൗകര്യപ്പെടുമെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കൽ അവർക്ക് നിർബന്ധമല്ല എങ്കിലും മറ്റതിനേക്കാൾ ഉത്തമമാണ്, അതിനും പ്രതിഫലമുണ്ട് എന്നുകൂടി അറിയാം. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറയുകയാണ്, ജുമാ നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ വ്യാഖ്യാത ഗ്രന്ഥമായ അൽ ഉമ്മിൽ പറയുന്നു, ജുമാ നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞ പ്രതിബന്ധമുള്ള സ്വതന്ത്ര പുരുഷന്മാരും ചില കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാർക്ക് ആണുങ്ങൾക്ക് ജുമാസ്കരിക്കാൻ കഴിയാതെ വരും, രോഗികളായിട്ടുള്ളവരുണ്ടാവാം, യാത്രക്കാരുണ്ടാവാം, അങ്ങനെയുള്ള ആളുകൾ പുരുഷന്മാരും പിന്നെ പറയുകയാണ് സ്ത്രീകളും കുട്ടികളും അടിമകളും ജുംബയിൽ പങ്കെടുക്കുന്ന പക്ഷം 2 റക്അത്ത് തന്നെ അവർക്ക് മതി. അവർ ഇമാമിനോടൊപ്പം 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പിന്നെ 2 കൂടി ചേർത്ത് ളുഹർ നമസ്കരിക്കേണ്ടതില്ല. പ്രതിബന്ധത്താൽ ജുമാ ഉപേക്ഷിക്കാൻ അനുവാദമുള്ള സ്വതന്ത്ര പുരുഷന്മാരും നേരത്തെ സൂചിപ്പിച്ച അസൗകര്യമുള്ള പുരുഷന്മാർ, അതുപോലെ സ്ത്രീകൾക്ക് നിർബന്ധമല്ല, കുട്ടികൾക്ക് നിർബന്ധമല്ല, അടിമകളും അവർക്ക് നിർബന്ധമല്ല. ഇപ്പൊ ജുമാ നിർബന്ധമല്ലാത്ത ആളുകൾ ജുമാ ഇമാം പള്ളിയിൽ ഖുതുബ തുടങ്ങി, ഖുതുബ നിർവഹിച്ച് ജുമാ തുടങ്ങി, ജുമായുടെ സലാം വീട്ടുവോളം, വീട്ടിലാവട്ടെ പരിസരത്ത് എവിടെയെങ്കിലും ആവട്ടെ, ളുഹർ നിസ്കരിക്കാതിരിക്കലാണ് ഉത്തമം. പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകൾ ളുഹർ നമസ്കരിക്കാതിരിക്കലാണ് ഉത്തമം. എവിടെ വരെ? ഇമാം ജുമാ നമസ്കാരം തീരുവോളം കാത്തിരിക്കണം. എന്താണ്? അടിമകളും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമൊക്കെ, സാഹചര്യം അനുവദിക്കാത്ത പുരുഷന്മാരുമൊക്കെ ജുമാ നമസ്കരിച്ച് തീരും വരെ ളുഹർ നമസ്കരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത്. ജുമാ പിരിഞ്ഞു പോയെന്ന് അവർ സൂക്ഷ്മമായി അന്വേഷിക്കണം, മനസ്സിലാക്കണം, സമയം നോക്കണം, അറിയണം. അവർക്ക് അതിനിടയിൽ ജുമയിൽ പങ്കെടുക്കാൻ വല്ല സാഹചര്യവും ഒത്തുവരികയാണെങ്കിൽ അതാണ്, അങ്ങനെ പങ്കെടുക്കുന്നതാണ് ഇവർ ളുഹർ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് അവരുടെ വ്യാഖ്യാന ഗ്രന്ഥമായ അൽ ഉമ്മിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ജുമാ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുക എന്നുള്ളത് നിർബന്ധമല്ല എന്നൊരു കാരണം കൊണ്ട് ഒഴിയാതിരിക്കുകയാണ് വേണ്ടത്. അവർക്ക് പുരുഷന്മാർക്ക് ലഭിക്കുന്നത് പോലുള്ള പ്രതിഫലം നേടാൻ വേണ്ടി സൗകര്യപ്പെടുന്ന സ്ത്രീകൾ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുകൂടിയാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. ജുമാ നമസ്കാരാനന്തരം ഇദാ സ്വല്ല അഹദുകുമുൽ ജുമാഅത ഫൽ യുസല്ലി ബഅദഹാ അർബഅൻ. പ്രവാചകൻ പറഞ്ഞതാണ്, നിങ്ങളിൽ ഒരാൾ ജുമാ നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അവൻ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കട്ടെ. രണ്ടും 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും സുന്നത്ത് നമസ്കരിക്കാറുണ്ട്.
പള്ളിയിൽ വെച്ചും സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. അതേക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് 2 റക്അത്തും ളുഹറിന് ശേഷം 2 റക്അത്തും സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. മഗ്രിബിന് ശേഷം തന്റെ വീട്ടിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തും സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. ഇശാക്ക് ശേഷം 2 റക്അത്തും ജുമാക്ക് ശേഷം പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിൽ വന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റവാത്തിബ് സുന്നത്ത് നമസ്കാരം, അതായത് ളുഹറിന് മുമ്പും ശേഷവും മഗ്രിബിന് ശേഷം ഇശാക്ക് ശേഷം സുബഹിക്ക് മുമ്പ് ഈ നമസ്കാരങ്ങളൊക്കെ അധികവും വീട്ടിൽ വെച്ചായിരുന്നു നിർവഹിക്കുന്നത്. അതേപോലെ ജുമാ നമസ്കരിച്ച് പ്രവാചകൻ പിരിഞ്ഞു പോകും, പള്ളിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കാതെ. എന്നിട്ട് വീട്ടിൽ പോയാൽ പ്രവാചകൻ 2 റക്അത്താണ് നമസ്കരിക്കുക. ഈ 2 ഹദീസുകളുടെയും വെളിച്ചത്തിൽ വിശദീകരിക്കപ്പെടുകയാണ് നമ്മൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നത്. പള്ളിയിൽ നിന്നാണെങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കണം, 2 അല്ല വീട്ടിൽ വെച്ചാണെങ്കിൽ 2 റക്അത്തും നമസ്കരിക്കുക. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ ജുമഅയിലെ 9-ാമത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. 10-ാമത്തെ ആയത്ത് ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അങ്ങനെ നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു. ജോലിയാണ്, മറ്റ് തിരക്ക് പിടിച്ച കാര്യങ്ങളാണ്, അതൊക്കെ വഴിവാഴിക്കൊണ്ട് ജുമാക്ക് വന്നു, ഖുതുബ കേട്ടു, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു. അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക. നിങ്ങൾ തുടർന്ന് നേരത്തെ എന്താണോ നിർത്തിവെച്ചത് അതിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, അത് തുടർന്നു കൊണ്ടിരിക്കുക. എന്നിട്ടോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾ തേടുകയും ചെയ്യുക. പടച്ചവന്റെ അനുഗ്രഹമാണ് ഉപജീവനം, ജോലി, മറ്റ് ആവശ്യങ്ങൾ, സൗകര്യങ്ങൾ. അതിനുവേണ്ടി പടച്ചവന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് നിങ്ങൾ ജോലിയിൽ വ്യാപൃതരാകുക, കച്ചവടത്തിൽ വ്യാപൃതരാകുക. നിങ്ങൾക്ക് എന്താണോ നിർവഹിക്കാനുള്ളത് അത് നിങ്ങൾ നിർവഹിക്കുക, നല്ല നിലയിൽ നിർവഹിക്കുക. എന്നിട്ട് പറയുകയാണ് വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ പടച്ചവനെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്യുക. തൊട്ടുമുമ്പ് പള്ളിയിൽ വെച്ച് ഖുതുബ കേൾക്കുമ്പോഴും പള്ളിയിൽ വരുമ്പോഴും ജുമാ നമസ്കരിക്കുമ്പോഴും ഒക്കെ ധാരാളമായി പടച്ചവനെ മാത്രം ഓർത്ത മനുഷ്യൻ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ജോലിയിൽ വ്യാപൃതനാവുകയാണെങ്കിൽ പോലും പടച്ചവനെ വീണ്ടും ഓർത്തുകൊണ്ടേ ഇരിക്കണമെന്നായി പറഞ്ഞത്. പടച്ചവനെ തൽക്കാലം പള്ളിയിൽ വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ടുന്നതല്ല, അതിനപ്പുറവും കൂടുതലായി ഓർത്തുകൊണ്ടിരിക്കും. ഇവിടെ പറഞ്ഞ പടച്ചവനെ ഓർക്കുക എന്ന് മാത്രമല്ല, വദ്കുറുല്ലാഹ കസീറാ, ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. ആ ഓർമ്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം സത്യവിശ്വാസിക്കില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.